ചേട്ടാ കടയിൽ നല്ല തിരക്കാണോ? സീസൺ ആണോ നിങ്ങക്ക്? സീസൺ ഒന്നല്ല, ഇതിപ്പോ ഇങ്ങനെ ഇത് കിട്ടിയ കാരണമുണ്ട് നമുക്ക് കച്ചവടം കുറവാണ്. കുറവാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കുറെ കെട്ടുകളൊക്കെ വന്നുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? ഏതായാലും കുഴപ്പമില്ല. ശരി, അതാണ് കടകളിലും തിരക്കുണ്ട്. ഇതാ കല്യാണം കഴിഞ്ഞ ഒരാള് വരുന്നുണ്ട്. വധു ഇല്ലേ? ഒറ്റയ്ക്കാണോ വരുന്നേ? വധു ഡ്രസ് മാറാൻ പോയതാണ്, അതുകൊണ്ട് വരൻ ഒറ്റയ്ക്ക് നടക്കാണ്. സാധാരണ രണ്ടുപേരും ഒരുമിച്ചാ കാണുന്നേ. എന്നിട്ട് വധുവിന്റെ പേരെന്താ? ജനനി. വരന്റെ പേരെന്താ? ശബരി. ജസ്റ്റ് മാരീഡ് ആണ്. അതെ. ഇന്നത്തെ ദിവസം പ്രത്യേകം തെരഞ്ഞെടുത്തതാണോ? അല്ല. എന്നാലും ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞൊരു താല്പര്യമായിരിക്കും. ആ ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ്. അതെ, നമ്മുടെ അവരുടെ ആഗ്രഹത്തിന് അവരുടെ ആഗ്രഹത്തിന്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, കിട്ടിയാൽ മതി എന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വരനും വധുവിനും ന്യൂസ് 18 ഹാപ്പി മാരീഡ് ലൈഫ്. വധുവിനോട് പ്രത്യേക അന്വേഷണം പറയുക. ഓക്കെ, ശരി. ഇവിടെ വരനെ മാത്രമാണ് നമ്മൾ കണ്ടത്. വധു ഡ്രസ്സ് മാറാൻ പോയതാണ്, അതുകൊണ്ടാണ് വധുവിനെ കാണാത്തത്. എന്തായാലും ഇവിടെ നോക്കിയാലും വധുവരന്മാരെയും അതോടൊപ്പം കണ്ണന്മാരെയും രാധമാരെയും മാത്രം കാണുന്നൊരു അത്രമേൽ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഭഗവാനെ കാണുക എന്നുള്ളതാണ് ആളുകൾക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മണിക്കൂറുകൾ ക്യൂ നിന്നാൽ പോലും വേണ്ടിയില്ല, ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നടപ്പന്തലിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ക്യൂ നോക്കണം, എവിടെയാണ് ക്യൂ? ഈ നടപ്പന്തലും കഴിഞ്ഞ് റോഡിലോട്ട് ക്യൂ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ അനീഷ്? നടപ്പന്തലും കഴിഞ്ഞ് റോഡിലോട്ടാണ് ക്യൂ. തീർച്ചയായിട്ടും ഈ തിരക്ക് ഇങ്ങനെ നീളും. കാരണം ഇപ്പോൾ ഉണ്ടായ തിരക്കല്ല, പുലർച്ചെ 4 മണിയായപ്പോൾ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കാരണം ഈ അഷ്ടമി രോഹിണി ദിവസം ഉണ്ണിക്കണ്ണനെ തൊഴാൻ അല്ലെങ്കിൽ കണ്ണനെ തൊഴാൻ എത്തുന്ന ആളുകളുടെ എണ്ണമൊക്കെ വലുതാണ്. ഒരു അമ്മയുണ്ടല്ലേ? അമ്മയെ പേരെന്താ? എന്റെ കോമളം. എവിടുന്നാ വരുന്നേ? ആലക്കാട്. ഇന്നലെ വന്നോ? ഇന്നലെ അല്ല, എന്നാ വന്ന്. തൊഴുതോ? തൊഴുതിട്ടിയാ, തൊഴുകാൻ പോണേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പോയി നിക്കും ക്യൂ, അത്രമാത്രം ഉണ്ടല്ലോ ക്യൂ. ഞങ്ങൾക്ക് വയസ്സായതല്ലോ, ഒന്ന് നീ കടക്കണം പറഞ്ഞിട്ട് കയറ്റിവിടുമായിരിക്കും അല്ലേ? കയറ്റിവിടുമായിരിക്കും. കൃഷ്ണഭക്തയാണോ അമ്മ? ഞാൻ എല്ലാ മാസവും വരാറുണ്ട്. അമ്മ ഒരു ഭക്തിഗാനൊക്കെ പാടുവോ? ഭക്തിഗാനൊന്നും പാടാൻ പറ്റില്ല. അമ്മയെ കണ്ടിട്ട് നല്ല പാട്ട് പാടുന്ന ആളാന്ന് തോന്നല്ലോ. വലിയ പാട്ട് പാടാൻ ഇല്ല, ഭക്തി മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പോട്ടെ എന്നാ എന്നെ ഒന്ന് വിടുന്നാണോ? ശരി ശരി മോളെ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പോട്ടെ, എന്നെ ഒന്ന് വിട്ട് എന്നുള്ള എക്സ്പ്രഷനാണ്. എന്തായാലും അത്ര രസമുള്ള കാഴ്ചകൾ, ഭക്തി നിർഭരമായ കാഴ്ചകൾ. ആളുകൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയെങ്കിലും മുന്നിലൊന്ന് എത്തിയാൽ മതി എന്ന് മാത്രം പറയുന്ന ആളുകളാണ്. ഇന്നലെ മുതൽ വന്നവരാണ്, ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ് അനീഷ്. തീർച്ചയായും ഈ രാവിലെ മുതൽ എത്തുന്ന ആളുകൾക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം കണ്ണനെ കാണണം. ഈ പ്രത്യേകിച്ചും ഈ അഷ്ടമി രോഹിണി ദിവസം പറ്റുമെങ്കിൽ രാവിലെ തന്നെ കണ്ണനെ കണ്ടാൽ അതിന്റെ ഒരു പുണ്യം വലുതാണ്. ഈ ദിവസം വന്ന് ഉപവാസം ഇരിക്കുന്നവരുണ്ട്. തുളസി മാലയും കാഴ്ചക്കുലകളും ഒക്കെയായി അവിടെ നിന്നും എത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒറ്റ ആഗ്രഹം, ഒറ്റ ലക്ഷ്യം മാത്രമാണ് കണ്ണന്റെ സന്നിധിയിലേക്ക് എത്തുക. അത് നമുക്ക് കാണാം. ഈ ഇരുന്ന് ക്ഷമയോടുകൂടിയാണ്, അല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി വലിയൊരു തിരക്കുണ്ടാക്കിയൊന്നുമല്ല പോകുന്നത്. ക്ഷമാപൂർവ്വം അവരവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലിരിക്കുന്നു. ഓരോ വരിയും ആളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ആളുകൾ മാറുന്ന ഒരു കാഴ്ച. അങ്ങനെ സാവധാനം പോയി കണ്ണനെ കാണുക എന്നതാണ്. ഒപ്പം ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പല ചടങ്ങുകളുമുണ്ട്. പ്രത്യേകിച്ചും ഈ കാഴ്ച ശിവേലി അടക്കമുള്ളവയുണ്ട്. ഈ പെരുവനം കുട്ടന്മാരുടെയും തിരുവല്ല രാധാകൃഷ്ണന്റെയും പ്രമാണത്തിൽ 100ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന വിശേഷാൽ മേളം ഉണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള കാഴ്ച ശിവേലിക്കും രാത്രി വെളുക്കളിലും വൈക്കം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രത്യേക പഞ്ചവാദ്യമുണ്ടാവും. ഒപ്പം സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന ചടങ്ങ്, അത് ഈ അഷ്ടമി രോഹിണി ദിനത്തോടനുബന്ധിച്ച് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഈ സ്വർണം കോലം എഴുന്നള്ളിക്കുന്നത്. ഇന്ദ്രസൻ എന്ന കൊമ്പനാണ് ഈ എഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്ന ആന. ഒപ്പം ഇത്തവണ എല്ലാ വർഷവും ഈ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ക്ഷേത്രകലാ പുരസ്കാര സമർപ്പണമുണ്ട്. അത് പഞ്ചവാദ്യ പ്രമാണി പെരിങ്ങോട് ചന്ദ്രൻ ആണ് അർഹനായിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന യോഗത്തിൽ അത് ദേവസ്വം മന്ത്രി PN വാസവൻ വിതരണം ചെയ്യും. അങ്ങനെയുള്ള ചില ചടങ്ങുകൾ കൂടി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങും അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ നടക്കും. ഒപ്പം ഈ ക്ഷേത്രപരമായ ചടങ്ങുകൾക്കൊപ്പം ഈ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയാണ് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. മമ്മിയൂർ, പെരുന്തട്ട, നെന്മിനി ബാലരാമ ക്ഷേത്രങ്ങളിൽ നിന്നും ഉള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. അത് വലിയ ആഘോഷപൂർവ്വമുള്ള എഴുന്നള്ളിപ്പുകളാണ്. അവ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്കാണ് എത്തുന്നത്.
വൈകിട്ട് 3-ന് തിരുവങ്കടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ച് നാരായണ അമ്പലത്തിൽ സമാപിക്കും. സന്ധ്യയ്ക്ക് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ 3 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പുണ്ടാവും. എന്തായാലും ഇത്തരത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ നിന്നുമാണ് ഈ ശോഭായാത്രകൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നത്. ആ ഘോഷയാത്ര, ഈ ശോഭായാത്രകളും ഘോഷയാത്രകളുമൊക്കെ കണ്ടിരിക്കേണ്ട രസകരമായ ഈ നയന മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ അഷ്ടമരോഹിണി നാളിലാണ് ഈ ഗോപിക നൃത്തവും രാധാമാധവ നൃത്തവും ഉറിയടിയും അടക്കമുള്ള കാര്യങ്ങൾ. വളരെ രസകരമായ കാഴ്ചയാണ്. ഈ ഉറി ഇങ്ങനെ ഉയർന്നു താഴുമ്പോൾ ഗോപികമാർ കൃഷ്ണന്മാരൊക്കെ പ്രത്യേക ചുവടുകളോടുകൂടി ആ ഉറിയടിക്കാനായി നീങ്ങുന്നു. ഒരു കള്ളക്കണ്ണും കള്ളനോട്ടവും ഒക്കെ ആയി ഭയങ്കര ആ കാഴ്ച നമുക്ക് കൃത്യം 9 മണിക്ക് കാണാം. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് 9 മണിയോടുകൂടി കൃഷ്ണ വേഷം കെട്ടിയ കൃഷ്ണനും രാധമാരും ഇറങ്ങും. പിന്നെ അവർ ഇറങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ട് ഒരു 11 മണിയോടുകൂടി എത്തും. അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, അവരിറങ്ങുന്ന മമ്മിയൂർ ക്ഷേത്രം മുതൽ ഗുരുവായൂർ അമ്പല നട വരെ ഉറിയടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഗോപികാ നൃത്തം ഉണ്ടാകും, കൃഷ്ണനാട്ടം ഉണ്ടാകും. അങ്ങനെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ആ കാഴ്ച നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എന്തായാലും അത്രമാത്രം അഭൂതപൂർവ്വമായി തിരക്ക്. ഞങ്ങളിങ്ങനെ ഞാനും മനീഷും ഇങ്ങനെ നടന്ന് നമ്മുടെ നടപ്പന്തലിന്റെ മുൻപിലെത്താനായി, എന്നിട്ട് പോലും ഈ തിരക്ക് എവിടെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം ആളുകൾ ഇതാ ക്യൂ നിൽക്കുന്നു. ഇതൊക്കെ ക്യൂവിന്റെ അവസാനത്തോട്ട് എത്തുന്നു. എവിടുന്നാ വരുന്നേ? കോയമ്പത്തൂരിൽ നിന്നാണല്ലേ? ഇന്നലെ എത്തിയോ? അപ്പം നൈറ്റ് 8 o'clock bus from there. ഓക്കെ, വലിയ ക്യൂ ആണ്. വലിയ ക്യൂ. അതാണ് കോയമ്പത്തൂരിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുകയാണ്. ഇന്നത്തെ ദിവസം അത്രമേൽ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഭക്തിയും സന്തോഷവും ആഗ്രഹ സഫലീകരണവും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഗുരുപവനപുരി. അത് പൂർണ്ണമായും അമ്പാടിയാകാനുള്ള ഒരുക്കം ആണ് നടക്കുന്നത്. അതിനുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂർ ഒരു അമ്പാടിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നോക്കിയാലും ഇവിടെ കണ്ണനും ഗോപികമാരും മാത്രമാണ്. എല്ലാ തവണയും ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നാളുകളിൽ കുഞ്ഞുണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ നിഷ്കളങ്ക ഒരു ഭക്തിയുടെയും കൗതുകത്തിന്റെയും എല്ലാം ഒരു അപൂർവ കാഴ്ചയായി നമ്മൾ കാണാറുണ്ട്. അതിന് ഒരു മാറ്റവുമില്ല ഇത്തവണയും എന്നത് തന്നെയാണ് പ്രത്യേകത. എല്ലാ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെ പിറന്നാൾ കാഴ്ചകൾക്ക് ഓരോ വർഷവും അത് കൂടി വരികയാണ്. ഓരോ കുഞ്ഞിക്കണ്ണന്മാരെ കാണുമ്പോഴും ഗോപികമാരെ കാണുമ്പോഴും ഒക്കെ ആ കാഴ്ചയ്ക്ക് ഒരു വല്ലാത്ത ഭംഗിയാണ്. അവർക്ക് അവരുടെ ചിരി കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരുങ്ങി നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അത്രമാത്രം രസമുള്ള കാഴ്ചകൾക്കാണ് ഈ ഗുരുഭവനപുരി ഇനി സാക്ഷിയാകാൻ പോകുന്നത്. പൂർണ്ണമായി ഗുരുഭവനപുരി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണന്റെ പിറന്നാളിന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 40,000 പേർക്ക് സദ്യയുണ്ട്. ആ സദ്യയിൽ ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത്ര തിരക്കാണ്. കാരണം അവിടെ നമുക്കൊരു കുഞ്ഞി കണ്ണനെ കാണാം. അച്ഛന്റെ തോളില് കയറി നിൽക്കുകയാണ്. ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിക്കണ്ണനുണ്ട്. കുഞ്ഞിക്കണ്ണന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം, ആള് മിണ്ടോന്നൊന്നും അറിയില്ല. ഹലോ, ഈ കുഞ്ഞിക്കണ്ണന്റെ പേരെന്താ? ചിരിക്കൂലേ? ആരെങ്ങനെ ഒരുക്കിയേ? ഒന്നും പറയില്ല. ഓടക്കൊല്ലി തരാമോ? ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. ആളാകെ ഭയങ്കര കലിപ്പായി നിൽക്കുവാണ്. അത് അവിടെ മറ്റൊരു കണ്ണനുണ്ട്. ഒരു കണ്ണനും രാധയും ഉണ്ട്. കണ്ണനൊപ്പം മാത്രമല്ല, കണ്ണനൊപ്പം ഒരു രാധയുണ്ട്. ഈ കണ്ണന്റെ പേരെന്താ? അയ്യോ, ചിരിച്ചേ, പേര് പറയത്തില്ലേ? ഈ രാധയുടെ പേരെന്താ? രാധയാണോ ഇത് ഗോപികയാണോ? ആരാണ്? കണ്ണന്റെ രാധയാണോ? ആണോ? എന്താ രാധയുടെ പേര്? ആരാധ്യയാണോ? ആരാധ്യ എത്രയാ പഠിക്കുന്നേ? 2ല്. ആരാ ഇങ്ങനെ ഒരുക്കിയ സുന്ദരിയായിട്ട് ഒരുക്കിയത്? ആരാ? അമ്മയാണോ? കണ്ണൻ അനിയനാണോ? അനിയത്തിയാണോ? അനിയത്തി അമ്മയാണോ ഒരുക്കിയത്? വീടെവിടെയാ? ഇങ്ങനത്തെ ഈ ദിവസങ്ങൾ, ഈ വിശേഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ളതൊരു ആചാരമാണോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമാണോ? സന്തോഷമാണോ? സന്തോഷം, വിശ്വാസത്തിന്റെ ഭാഗം, സന്തോഷം. എല്ലാതും തൊഴാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം തിരക്കാണ്, നല്ല തിരക്കാണ്. എന്നാലും കുറച്ച് നേരത്തെ, ഇവർക്ക് ഇതിലും കൂടുതൽ നേരത്തെ ആൾക്ക് പറ്റില്ല. അപ്പൊ പിന്നെ പറ്റുന്നെങ്കിൽ തൊഴും. അപ്പൊ എന്തായാലും കണ്ണന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഇന്ന്? കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ആണോ? അപ്പൊ കണ്ണന് ഹാപ്പി ബർത്ത്ഡേ.
ഓക്കെ. ഒരു കണ്ണനെയും രാധയുമാണ് അങ്ങനെ നമ്മൾ കണ്ടത്. ഒരുപാട് ഇവിടെ ഉണ്ണിക്കണ്ണന്മാരെ രാധമാരെ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞു മക്കൾ ഇങ്ങനെ ഒരുങ്ങി കണ്ണന്റെയും രാധയുടെയും ഒക്കെ വേഷത്തിൽ ഒരുങ്ങി വരുന്നത് കാണാൻ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അല്ലേ. അങ്ങനെ ഗുരുവായൂരിലെ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അനീഷും ഭവ്യയുമാണ് നമുക്കൊപ്പം അവിടെ നിന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി ചേർത്തത്. അവരൊരു ക്യൂവിൻ്റെ ഒരു മുൻഭാഗത്തു നിന്ന് നടന്നു തുടങ്ങിയതാണ്. അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അത്രത്തോളം തിരക്കാണ്. നടപ്പന്തലും കഴിഞ്ഞ് റോഡ് വരെ എത്തി നീണ്ടു നിൽക്കുകയാണ് ക്യൂ. ആ ക്യൂ ഇനിയും വലുതാവത്തതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി 8 മണി മുതലൊക്കെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയ ആളുകളെയൊക്കെയാണ് നമ്മളിപ്പം ക്യൂവിൻ്റെ ആദ്യം കണ്ടത്. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പം ആ ക്യൂ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകളും ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പിറന്നാൾ കണ്ണനെ കാണാൻ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ ആഘോഷങ്ങൾ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങി